ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സോപ്പ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓരോരുത്തർ സോപ്പ് ഉണ്ടാക്കുന്നതും ചെറിയ രീതിയിലാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഓരോ കുഞ്ഞ് ബിസിനസ്സൊക്കെ പോലെ നടത്തുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. സോപ്പ് മോൾഡ്, സോപ്പ് ബേസ്, പിന്നെ ഗ്ലിസറിൻ, റോസ് വാട്ടർ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്, പിന്നെ ഫ്രാഗ്രൻസ് ഓയിലുണ്ട്. അത് നമുക്ക് സ്മെല്ല് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞളിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മഞ്ഞൾ എടുത്തേക്കുന്നത്. അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ അലോവേരയുടെ ജ്യൂസ് എടുക്കുക മഞ്ഞളിൻ്റെ ജ്യൂസിന് പകരം. അപ്പോൾ ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 സോപ്പാണ് ഉണ്ടാക്കുന്നത്. 100 ഗ്രാമിൻ്റെ മോൾഡാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു സോപ്പ് 100 ഗ്രാം. അപ്പോൾ 2 ഉണ്ടാക്കുമ്പോൾ 200 ഗ്രാം അങ്ങനെ. അപ്പോൾ 200 ഗ്രാം വരണമെങ്കിൽ 200 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുക്കണം. അപ്പോൾ സോപ്പ് ബേസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് വേറൊരു പാത്രത്തിൽ നമ്മൾ ഈ സോപ്പ് ബേസ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ അലിഞ്ഞു വരും. പിന്നെ പറയേണ്ട കാര്യം, സോപ്പ് ബേസ് 2 തരത്തിലുണ്ട്. അപ്പോൾ അത് സാധാരണ സോപ്പ് ബേസും ഉണ്ട്, ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ബേസും ഉണ്ട്. ഞാൻ ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ബേസാണ് ഉപയോഗിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, അതുകൊണ്ടാണ്. പിന്നെ സാധാരണ സോപ്പ് ബേസിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ബേസിന്. അപ്പോൾ ഇങ്ങനെ സോപ്പ് ബേസ് ഉരുക്കി കഴിഞ്ഞിട്ട്, അതായത് അത് അലിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, മറ്റേ നമ്മൾ ബാക്കിയുള്ള ജ്യൂസുകളുണ്ടല്ലോ, മഞ്ഞൾ, റോസ് വാട്ടർ, പിന്നെ ഗ്ലിസറിൻ, ഇത് പിന്നെ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ, അതും 2 അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഈ സോപ്പ് ബേസ് അലിയിച്ചെടുത്തില്ലേ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിൽ ഒരു 2-3 തുള്ളി ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സ്മെല്ല്, ഇപ്പോൾ എല്ലാവർക്കും സ്മെല്ല് വേണമെന്നാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും ചേർക്കാം. എന്നിട്ട് ഇതുപോലെ സോപ്പിൻ്റെ മോൾഡിൽ ഒഴിക്കുക. അതിന് ശേഷം അത് ഒരു 3 മണിക്കൂർ 2-3 മണിക്കൂർ വച്ചേക്കുക. 3 മണിക്കൂറൊക്കെ മാക്സിമം മതി. അപ്പോഴത്തേക്ക് നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് സോപ്പ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ആ പത പോലെ വരുന്നില്ലേ, അത് പോകണമെങ്കിൽ ഒരു സ്പ്രേ ഉണ്ട്, അത് വാങ്ങിച്ച് കളഞ്ഞാൽ മതി. ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനത്തെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ആ മോൾഡിൽ നിന്ന് നമുക്കതൊന്ന് എടുത്ത് നോക്കാം, കറക്റ്റായിട്ടാണോ കിട്ടേണ്ടത്, അല്ലെങ്കിൽ സോപ്പിന് കട്ടിയുണ്ടോ എന്നുള്ള സംഭവമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതാ ഇതെൻ്റെ മോളുടെ കൈയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അവൾ അതിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് അവൾ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്, മഞ്ഞൾ വെച്ചുണ്ടാക്കിയ സോപ്പ്. നല്ല എന്താ പറയുക, നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സോപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ സോപ്പ് ബേസ് ആണെങ്കിലും ക്വാളിറ്റി ഉള്ളത് എടുത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല സോപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 2 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ 2 നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിന് കൊടുക്കാനാണെങ്കിലും പറ്റും. ഇതിപ്പോൾ ഈ 2 ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അലോവേരയുടെ ഒരു 6 സോപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ നമ്മൾ മറ്റേ ജ്യൂസ് സോപ്പ് ബേസിൽ ചേർത്ത ജ്യൂസിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും അളവ് കറക്റ്റായിട്ട് പറഞ്ഞ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോപ്പാണ്. ഞങ്ങൾ ഇപ്പോൾ 1 മാസമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വേറൊരു ഫാമിലിയിലും കൊടുത്തായിരുന്നു, അവരും 1 മാസം അത് ഉപയോഗിച്ചു. അപ്പം അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കെമിക്കലൊക്കെ ഒത്തിരി യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സോപ്പാണ് നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, സോപ്പ് ഉണ്ടാക്കുന്നവർ ഇത് കാണുകയാണെങ്കിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക. കമൻറ്റായിട്ട് നിങ്ങളത് പറയുക, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ അത് തിരുത്തി നല്ലതാക്കുന്നതായിരിക്കും.